ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ ക്ലാസ് 1 ക്ലാസ് 2 അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു 50 മിനിറ്റ്സ് ആയപ്പോൾ പെട്ടെന്ന് കട്ടായി പോയി. ഓക്കെ, അതൊരു ചെറിയ ഫ്ലക്ച്വേഷൻ വന്നതാണ്, ടെക്നിക്കൽ പ്രോബ്ലം ആയിരുന്നു, അത് കാരണം കട്ടായി. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ക്ലാസ് 1ൻ്റെ പാർട്ട് 2 കൂടി ചെയ്യേണ്ട കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്ലാസ് 1 നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആദ്യം ക്ലാസ് 1 നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. അല്ല, കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ കണ്ടിന്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ള പേപ്പർ 2ലെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പോർഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, @കിരൺ സ്റ്റഡി സർക്കിൾ 123 എന്ന് പറഞ്ഞിട്ടൊരു ടെലഗ്രാം ചാനലുണ്ട്. ആ ടെലഗ്രാം ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിരൺ സ്റ്റഡി സർക്കിൾ ഫോർ ഡിഗ്രി ലെവൽ എക്സാംസ് എന്നുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾക്ക് അതിൽ നോക്കാവുന്നതാണ്. അതിൽ ഈ PDF നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഓൾറെഡി കണ്ടവരോട് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ PDF ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം രണ്ടും കൂടി കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് ഇടാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ ക്ലാസ് 1 പാർട്ട് 1ൻ്റെയും ക്ലാസ് 1 പാർട്ട് 2ൻ്റെയും PDF ഒരുമിച്ച് ഇടുന്നതായിരിക്കും. അത്രയും കാര്യം ഓക്കെ അല്ലേ? ഫൈൻ. അപ്പോൾ എൻ്റെ പേര് കിരൺ, നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പഠിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഇതൊരു സയൻസ് അല്ല, ഇതൊരു ടെക്നിക്കൽ തിങ് അല്ല. ഓക്കെ, ഇത് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഹിസ്റ്ററി അല്ല, പക്കയായിട്ട് ഇതാണ് ഇങ്ങനെയാണ് കാര്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹിസ്റ്ററി പോലുള്ള സ്റ്റോറിയും അല്ല. എന്ന് വെച്ചാൽ ഇത് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ആണ്. വളരെ ഇലാസ്റ്റിസിറ്റി ഉള്ള ഒരു സബ്ജക്റ്റാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയും, ഒരുപാട് കഥ പറയും, ഒരുപാട് എക്സാമ്പിൾസ് പറയും. വളരെയധികം അനാലിസിസ് മൈൻഡോടുകൂടി ചെയ്യേണ്ട ഒരു ഭാഗമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനും. ഓക്കെ, ഈ രണ്ട് ഭാഗങ്ങൾ. അതുകൊണ്ടൊരു സ്റ്റോറി വൈസിൽ കേൾക്കുക. എന്തുണ്ടെങ്കിലും ഇത് കാണപ്പടം പഠിക്കരുത്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുപാട് അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻ, ടേബിൾ, ഓക്കെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ടേബിൾ അനാലിസ് ചെയ്യുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, അതേപോലെ അസേർഷൻ, റീസൺ ഒക്കെ വരാൻ സാധ്യതയുള്ള രണ്ട് ഭാഗങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനും. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കുക. എന്തൊക്കെ കഥ ഇതിൽ പറയുന്നുണ്ടോ അത് മുഴുവൻ അപ്ലിക്കേഷൻ മൈൻഡോടുകൂടി കേൾക്കുക. എന്നിട്ട് അത് എങ്ങനെ അപ്ലൈ ചെയ്യാം, ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ അടുത്ത ഡൗട്ട്, സാർ അങ്ങനെയാണെങ്കിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായും നമ്മൾ എല്ലാ തരത്തിലുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യനും അതാതിൻ്റെ സമയങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സിലും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് നന്നായിട്ട് നോക്കുക. നോക്കിയതിന് ശേഷം നമ്മുടെ റിവിഷൻ ടൈമിൽ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തരുന്നതുമായിരിക്കും. എല്ലാ ക്ലാസ്സിലും എത്രത്തോളം പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ NCERTയുടെ ബിസിനസ് സ്റ്റഡീസ് ബുക്ക് +1 +2 ആണ്. അതുപോലെ ഫിലിപ്പ് കോട്ടറിന്റെ മാനേജ്മെന്റ് ബുക്കാണ്. ഓക്കെ, എല്ലാവരെ കൊണ്ടും മാനേജ്മെന്റ് ബുക്കൊന്നും വായിക്കാൻ പറ്റിയെന്ന് വരില്ല, അതിന് സമയമില്ല. അതുകൊണ്ട് നമുക്ക് NCERT ബുക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെയധികം ബെറ്റർ ആണ്. അല്ലെങ്കിൽ അതിന് നോട്ട്സ് എല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നോട്ട്സ് തന്നെ വളരെയധികം ഓക്കെ ആണ് എക്സാമിന് കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നോട്ട്സ് ഇംഗ്ലീഷിലും ഉണ്ട്, മലയാളത്തിലും ഉണ്ട്. നോട്ട്സ് എന്ന് പറയുന്നത് @കിരൺ സ്റ്റഡി സർക്കിൾ 123 എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ മാനേജ്മെന്റ് ടാറ്റ സ്റ്റീൽ നോക്കിയായിരുന്നു, ഒരു കേസ് സ്റ്റഡി നോക്കിയായിരുന്നു. എന്നിട്ട് നമ്മൾ ടാറ്റ കോഡ് ഓഫ് കണ്ടക്ടിന്റെ മാനേജ്മെന്റ് നോക്കിയായിരുന്നു. നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. നമ്മൾ മാനേജ്മെന്റ് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്താണ് മാനേജ്മെന്റ് എന്നുള്ള ഡെഫിനിഷൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കീറ്റ്നറിന്റെ ഈ ഒരു ഡെഫിനിഷനിലാണ് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനിഷൻ തൊട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ ആണ്, നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡെഫിനിഷൻസ് ഓഫ് മാനേജ്മെന്റിൽ നമ്മൾ 3 ഡെഫിനിഷൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, എൻ്റെ അമ്മ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്, കോട്ട്ലർ ഡെഫിനിഷൻസ് ഉണ്ട്, ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. നമ്മുടെ ബേസിക് സോഴ്സ് എന്ന് പറയുന്നത് NCERT ആയതുകൊണ്ട് ഞാൻ മൊത്തം ഡെഫിനിഷൻ എടുക്കാതെ 3 ഡെഫിനിഷൻ NCERTയിൽ കൊടുത്തിട്ടുള്ള ഡെഫിനിഷനാണ് എടുത്തിരിക്കുന്നത്. ഈ ഡെഫിനിഷനിലെ ഓരോ വാക്കും ഓരോ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. എങ്കിലാണ് എക്സാമിൽ നമുക്ക് അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അപ്പോൾ കൂൺസിന്റെയും ഹെയ്ൻസിന്റെയും ഹരോൾഡിന്റെയും ഹെയ്ൻസിന്റെയും
കൂൺസ് പറഞ്ഞ അവിടെ ഉള്ള ആൾ തന്നെ. ഹാരോൾഡിന്റെയും ഹെയ്ൻസിന്റെയും ഡെഫിനേഷൻ നമ്മൾ നോക്കിയായിരുന്നു. ഓക്കെ, റോബർട്ട് എൽ ട്രിവിലിയുടെയും എം ജി ന്യൂപോർട്ടിന്റെയും ഡെഫിനേഷൻ നമ്മൾ നോക്കിയായിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ട ആളുടെ പേരാണ് ക്രീറ്റർ. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ ഈ പരിപാടിയും നോക്കാം. ഈ പരിപാടിയിൽ ആദ്യം നമുക്ക് ഡെഫിനിഷൻസ് വായിക്കാം. ഓക്കെ, 1 സെക്കൻഡ്, റെക്കോർഡിംഗ് ആദ്യം നോക്കാതെ. ഓക്കെ, ഈ പരിപാടിയിൽ നമുക്ക് ആദ്യം ഡെഫിനിഷൻസ് വായിക്കാം. ഡെഫിനിഷൻ പ്രകാരം മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് വർക്കിംഗ് വിത്ത് ആൻഡ് ത്രൂ അതേഴ്സ് to effectively achieve organizational objectives by efficiently using limited resources in the changing environment. ഓക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കീവേഡ്സ് നോക്കാം. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ് എന്നാണ് ക്രീറ്റ്നർ പറയുന്നത്. അപ്പൊ ഇതൊരു പ്രവൃത്തിയാണ്, ഇതൊരു പ്രക്രിയയാണ്. അപ്പൊ നമ്മൾ എന്തോ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഒരു കമ്പനിയാണ്. ചെയ്യാൻ പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ജോലിക്കാരാണ്. അപ്പൊ ജോലിക്കാരും കമ്പനിയും തമ്മിലുള്ള റിലേഷൻ ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഇൻക്ലൂഡിങ് ഞാനും നമ്മളൊരു കമ്പനിയാണ്. ഓക്കെ, അതിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യം. കഴിഞ്ഞ ക്ലാസ് നോക്കിയതാണ്. അതുകൊണ്ട് നമ്മൾ എന്ന് പറയുമ്പോൾ എപ്പോഴും കമ്പനി എന്ന് ആലോചിക്കുക. ഓക്കെ, വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ജോലിക്കാരെന്ന് ആലോചിക്കുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് വേണം? ഒരു പ്രോസസ്സ് വേണം. ഓക്കെ, ആ പ്രോസസ്സിൽ 2 രീതിയുണ്ട്. ഒന്ന് വർക്കിംഗ് വിത്ത് ആൻഡ് വർക്കിംഗ് ത്രൂ. സർ അവിടെ അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ. അവിടെ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. വർക്കിംഗ് വിത്ത് ആൻഡ് ത്രൂ അല്ലേ? അപ്പോൾ വർക്കിംഗ് വിത്ത് ആൻഡ് വർക്കിംഗ് ത്രൂ അതേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് ഒരുപാട് ആളുകൾ വേണം. അപ്പോൾ നമ്മൾ ആളുകളൊക്കെ എടുത്തു കഴിഞ്ഞു. ഓക്കെ, അവരെ കൊണ്ട് പണിയെടുപ്പിക്കണം. നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ആളുകളായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടാവും. അപ്പൊ ആ കഴിവിനനുസരിച്ച് അവർക്ക് ജോലി നമ്മൾ എന്തോ ചെയ്ത് കൊടുക്കണം? അസൈൻ ചെയ്ത് കൊടുക്കണം. ചിലർക്ക് നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ടാവും, പ്രസന്റേഷൻ സ്കിൽസ് ഉണ്ടാവും, അവര് വളരെ എക്സ്ട്രോവേർട്ട് ആയിരിക്കും, ആളുകൾക്കിടയിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവും. എങ്കിൽ അവരിനെ സെയിൽസിലേക്കോ മാർക്കറ്റിങ്ങിലേക്കോ ചെയ്യാൻ വേണ്ടി പറയാം. ഓക്കെ, ചിലർക്ക് നമ്പേഴ്സ് വളരെയധികം ബെറ്റർ ആയിരിക്കും. അവർക്ക് എന്താ പറയുക, എങ്ങനെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ചെയ്യാം, എവിടേക്കാണ് പ്രശ്നമുള്ളത്, എറർ കണ്ടുപിടിക്കാൻ പറയുക എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ കൊണ്ട് ഫിനാൻസിലോ അല്ലെങ്കിൽ എന്താ ക്വാളിറ്റി മാനേജ്മെന്റിലോ കൊണ്ടുപോയി ഇടുക. ഓക്കെ, ചിലരെന്ന് പറയുന്നത് അത്ര എക്സ്ട്രോവേർട്ട് ഒന്നും ആയിരിക്കില്ല. അവർ വളരെ ഇൻട്രോവേർട്ട് ആയിരിക്കും. അവർക്ക് ഈ മൊത്തം കാര്യങ്ങൾ എന്താ പറയാ സ്റ്റേജിലൊന്നും ഡീൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവർക്ക് അനാലിസിസ് ചെയ്യാൻ വളരെ താല്പര്യമായിരിക്കും. അവരുടെ ഡാറ്റ അനാലിസിസ് വളരെ ബെറ്ററായി ചെയ്യും. അവർ നിങ്ങൾക്ക് റിപ്പോർട്ട്സ് എല്ലാം ഉണ്ടാക്കി തരും. ആ റിപ്പോർട്ട്സ് പ്രകാരം എന്താണ് തെറ്റുകുറ്റങ്ങൾ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാൻ പറ്റും. കമ്പനിയുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ പറ്റും. എങ്കിൽ അവരെ കൊണ്ടുപോയിട്ട് ഡാറ്റ അനലിസ്റ്റ് സയന്റിസ്റ്റ് ആക്കി മാറ്റുക. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ? ഓരോ ആളുകൾക്ക് നമ്മൾ ഓരോ ജോലി കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ നമ്മളൊരു പ്രോസസ് ക്രിയേറ്റ് ചെയ്തു. കറക്റ്റ്. എന്നിട്ട് നമ്മള് കമ്പനി നമ്മളല്ല വർക്ക് ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ലാഭം കിട്ടാൻ പോകുന്ന കമ്പനിക്കാണ്. കറക്റ്റ്. എങ്കിലും നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്ന ആരെയാണ്? ബാക്കിയുള്ളവരെയാണ്. ആ ബാക്കിയുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് നമ്മുടെ കമ്പനി എന്താവണം? ലാഭത്തിലാവണം. ലാഭം ലാഭം ലാഭം, ആകെ ലാഭം, പൈസ 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 കിട്ടിക്കൊണ്ടേ ഇരിക്കണം. എന്ന് വെച്ചാൽ വേറൊരുത്തൻ നമുക്ക് വേണ്ടി പണിയെടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പൈസക്കാരാവണം. അങ്ങനെ ലോകത്ത് എവിടെയും നടക്കുമോ സാറേ? നടക്കുന്നുണ്ട്, ഡെയിലി ലൈഫിൽ നടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ പോകും. അത് TCS ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ വിപ്രോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ റിലയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ അദാനി ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. ഓക്കെ, എങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാ? അവർക്ക് വേണ്ടിയിട്ടാ. അവര് പണക്കാരാവുന്നു. ഓക്കെ, ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് അംബാനി കുടുംബം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എത്ര 40%ഓ 30%ഓ വെൽത്ത് ആരുടെ കയ്യിലാണ്? അവരുടെ കയ്യിലാണ്. അവിടെ ജോലി ചെയ്യുന്ന 25,000-30,000 തൊഴിലാളികൾ ഡയറക്റ്റ് എംപ്ലോയീസും. ഓക്കെ, അതല്ലാതെ 25,000-30,000 2 ലക്ഷം 3 ലക്ഷം തൊഴിലാളികൾ. ഓക്കെ അല്ലെ? ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒക്കെ ജോലി ചെയ്യുന്ന അവർ ഇവരെ പണക്കാരാക്കാൻ വേണ്ടിയല്ലേ ജോലി ചെയ്യുന്നത്. കറക്റ്റ്. ഓക്കെ, എങ്കിൽ മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ഓഫ് എന്ത്? വർക്ക് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെ ഗംഭീരമായി പണിയെടുക്കാന്നുള്ളതും അതിലൂടെ നമ്മൾ എങ്ങനെ ലാഭം ഉണ്ടാക്കാന്നുള്ളതും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ആർട്ടാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ? അതെ. ഇനി ചുമ്മാ വർക്കിംഗ് ഡൺ ത്രൂ അതേഴ്സ് പറഞ്ഞിട്ട് മോനെ ആ പണി ചെയ്യും, മോളെ ഈ പണി ചെയ്യും, ഇങ്ങനെ പണി ചെയ്യും, അങ്ങനെ പണി ചെയ്യും, ഫുൾ ടൈം പണി ചെയ്യും, ഓക്കെ വീട്ടിൽ പോയിരിക്കല്ലേ 90 മണിക്കൂർ പണി ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആള് തൊഴിലാളി എന്താവും? ടെൻഷൻ ആവും.
ഓക്കെ, നന്നായി സാലറി കൊടുത്തില്ലെങ്കിൽ അവരെന്താവും? ടെൻഷൻ ആവും. ഇനി വർക്ക് ചെയ്യുന്നത് അപ്രീസിയേഷൻ കിട്ടില്ലെങ്കിൽ അവരെന്താവും? ടെൻഷൻ ആവും. നീ ചെയ്യുന്ന എല്ലാ കാര്യവും മിസ്റ്റേക്ക് ആണ്, ഓക്കെ, എന്നാണ് പറയുന്നത്. നിന്നെ കൊണ്ടൊന്നും ആവില്ല, നിന്നെ കൊണ്ടൊന്നും ആവില്ല എന്ന് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ടെൻഷൻ ആവും. ഓക്കെ, അവരോട് പണി പറയുന്നുണ്ട്, എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല. ഓക്കെ, അത് നീ കണ്ടുപിടിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ വർക്കിംഗ് വിത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക. അവർക്ക് വീട്ടിൽ നിന്ന് വരാൻ ബുദ്ധിമുട്ടുണ്ട്, രാത്രിയാണ്, പെൺകുട്ടിയാണ്, സ്ത്രീകളാണ്, എന്താ ചെയ്യുക? ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുക. ഓക്കെ, വീടിന് വളരെ ദൂരത്താണ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക? ആക്ച്വലി ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അവർ കൊടുക്കുക, വർക്ക് ഫ്രം ഹോം കൊടുക്കുക, ഇതൊക്കെ ചെയ്യാം. അപ്പോൾ വർക്കിംഗ് വിത്തും ഉണ്ട്, വർക്കിംഗ് ത്രൂ ഉണ്ട്. ഇത് രണ്ടും കൂടി ആരാണോ ഇഫക്റ്റീവ്ലി മാനേജ് ചെയ്യുന്നത്, അത് ചെയ്യുന്നതിലൂടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുന്നത്? നേടിയെടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അവരവരുടേതായ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. സർ, ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? സ്വന്തമായിട്ടൊരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അതിൽ ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒബ്ജക്റ്റീവ് ഉള്ള ഒരാളെ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വിട്ടു എന്ന് വിചാരിക്കൂ. എങ്കിൽ എൻ്റെ ലക്ഷ്യം എന്താ? എത്രയും പെട്ടെന്ന് സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ എൻ്റെ ലക്ഷ്യം നടത്താൻ വേണ്ടിയിട്ടാണോ ആ കമ്പനിയെ വർക്ക് ചെയ്യിക്കുന്നത്? അല്ല. കമ്പനിയുടെ ലക്ഷ്യം എന്താ? അവര് എന്താ പറയാ, വേൾഡിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാറുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം. അപ്പൊ കമ്പനിയുടെ ലക്ഷ്യവും എൻ്റെ ലക്ഷ്യവും രണ്ടും രണ്ടാണ്. എൻ്റെ ലക്ഷ്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ കമ്പനിയിൽ നിന്ന് വിട്ടുപോകും. ഓക്കെ, കമ്പനിയുടെ ലക്ഷ്യം നടക്കണമെങ്കിൽ എൻ്റെ പണിയെ കമ്പനിയുടെ ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. സാർ, അത് ആകെ പണിയുള്ള കാര്യമാണല്ലോ. അതെ, അതുകൊണ്ടാണ് മാനേജ്മെന്റ് ഒരു വളരെ സംഭവമായിട്ട് വരുന്ന കാര്യമുള്ളത്. ഓക്കെ, ഇവിടെ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരാളുണ്ടാവും. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് 3 വർഷം കൊണ്ട് എക്സ്പീരിയൻസ് ആയതിനു ശേഷം എങ്ങോട്ട് പറക്കുക? ഈ ജർമ്മനിയിലേക്ക് പോവാന്നുള്ള അവരുടെ ലക്ഷ്യം. ഓക്കെ, പക്ഷെ ഹോസ്പിറ്റലിലെ ലക്ഷ്യം എന്താ? ഹോസ്പിറ്റലിലെ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ നഴ്സുമാരെ മാനേജ് ചെയ്യുക, രോഗികൾക്ക് കൃത്യമായിട്ട് എന്ത് കൊടുക്കുക? കെയർ കൊടുക്കണമെന്ന് ഉറപ്പുവരുത്തുക, അവരിവിടെ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ മിക്കവാറും സമയങ്ങളിൽ, ഒരിക്കലും എന്ന് ഞാൻ പറയുന്നില്ല, മിക്കവാറും സമയങ്ങളിൽ അത് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് നിന്ന് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ക്രീറ്റർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അല്ല ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതായത് എംപ്ലോയീസിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ല ഇമ്പോർട്ടൻറ്റ്. അവരെ കൊണ്ട് ഇഫക്റ്റീവ്ലി പണിയെടുപ്പിച്ചിട്ട് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കണം. പക്ഷെ റിസോഴ്സസ് കുറവാണ്. ഓക്കെ, ഒരു നല്ല എംപ്ലോയി ഉണ്ട്, അവൻ പറയുന്നത് എനിക്ക് വർഷം 2.5 കോടി രൂപ തന്നാലേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അവന് നല്ല കഴിവുണ്ട്. പക്ഷെ ഇതേ 2.5 കോടി രൂപയ്ക്ക് എനിക്കൊരു മെഷീനറി വാങ്ങാൻ പറ്റും. ഓക്കെ, ഒരു 25 പേരെ സെയിൽസിൽ വെക്കാൻ പറ്റും, ഒരു ഫിനാൻസ് വെക്കാൻ പറ്റും, ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എങ്കിൽ ഈ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2.5 കോടിയുള്ള ആളെ എനിക്ക് എന്തിനാണ് ആവശ്യം? ഓക്കെ, ഇതെല്ലാം എനിക്ക് 1.5 കോടിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കണം. ഓക്കെ, ഒന്നാമത്തെ കേസ്. ഈ ലിമിറ്റഡ് റിസോഴ്സുകൾ വേറൊരു പരിപാടിയുണ്ട്. ഞാൻ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വിചാരിക്കൂ. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കമ്പനി എന്ന് പറയുന്നത് ലേസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഓക്കെ, ലേസ് കുർക്കുറെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. എനിക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അതിന് വേണ്ട ഉരുളക്കിഴങ്ങ് ലോകത്ത് എല്ലായിടത്തും അവൈലബിൾ ഒന്നും അല്ല. ഏറ്റവും ബെസ്റ്റ് ഉള്ള ഉരുളക്കിഴങ്ങാണ് എനിക്ക് വേണ്ടത്. റിസോഴ്സസ് എപ്പോഴും എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. അതിനുവേണ്ടി എനിക്ക് വെള്ളം വേണം. വെള്ളം എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. അപ്പൊ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞ സാധനം, റോ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് ലേസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ലേസ് ആണ് ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് ഏറ്റവും ലാസ്റ്റ് പ്രൊഡക്റ്റ് ഉരുളക്കിഴങ്ങാണ് എന്ത്? റോ മെറ്റീരിയൽ. ഈ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും കിട്ടണമെന്നില്ല. ഓക്കെ, നമുക്ക് വേണ്ട അളവിൽ കിട്ടണമെന്നില്ല. ലോകത്ത് ഞാൻ മാത്രമല്ല ലേസ് ഉണ്ടാക്കുന്നത്, ഒരുപാട് പേരുണ്ട്, എല്ലാവർക്കും ഉരുളക്കിഴങ്ങ് വേണം. ഓക്കെ, എങ്കിൽ റിസോഴ്സസ് എപ്പോഴും എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. അടുത്തൊരു എക്സാമ്പിൾ. ഓക്കെ, കമ്പനി തുടങ്ങണമെങ്കിൽ കയ്യിൽ പൈസ വേണം. ഓക്കെ, ഇത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. പണം എന്ന് പറയുന്നത് എന്താ? അക്ഷയപാത്രം ഒന്നും കയ്യിൽ വെച്ചിട്ടല്ലോ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കടം വാങ്ങിയിട്ടും അമ്മയുടെയും വൈഫിന്റെയും അല്ലെങ്കിൽ സിസ്റ്ററിന്റെയും ഒക്കെ സ്വർണം പണയം വെച്ചിട്ടും ഒക്കെ ആയിരിക്കും നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക, അല്ലേ? അങ്ങനെയെങ്കിൽ ആ പൈസ എന്ന് പറയുന്നത് കിടക്കട്ടെ മോനെ, ഇരിക്കട്ടെ, ഇങ്ങനെ പൈസ അടിക്കാനുള്ളതൊന്നും അല്ലല്ലോ. ഓക്കെ, കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പൊ റിസോഴ്സ് എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. അപ്പൊ എന്റെ ചോദ്യം, ക്രീറ്ററുടെ ഡെഫിനിഷൻ പ്രകാരം റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കും. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് നേടിയെടുക്കും വേണം. ഓക്കെ, അതിന് എഫിഷ്യൻ്റ്ലി വർക്ക് ചെയ്യണം. എങ്കിൽ എംപ്ലോയീസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം?
അവരെ കൊണ്ട് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റുമോ അത് വർക്ക് ചെയ്യിപ്പിക്കുക, അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യിപ്പിക്കുക, അതിനുവേണ്ടി ഒരു പ്രോസസ് ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ അതിന്റെ പേരാണ് മാനേജ്മെന്റ്. ഓക്കെ, മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് 5 മെയിൻ കമ്പോണൻസ് ഉണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ടാലന്റ് അക്വിസിഷൻ. ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് കമ്പനി ബെറ്റർ ആക്കാൻ ഇത് രജനീകാന്ത് സിനിമയൊന്നും അല്ല. ഓക്കെ, നടക്കാൻ പോകുന്നത് എന്താണ് ആക്ച്വലി, അവിടെ നമുക്ക് ഒരാൾ മതി. രജനീകാന്ത് എന്ത് ചെയ്യും, അങ്ങോട്ട് 100 തടവ സ്വർണ്ണ എന്ന് പറഞ്ഞിട്ട് കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ 100 തടവ സ്വർണ്ണം മതി എന്ന് പറഞ്ഞ കാര്യം നടക്കും. ഇവിടെ അങ്ങനെ നടക്കില്ല. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അല്ലെങ്കിൽ വാരി സിനിമയിലെ വിജയമൊന്നും അല്ല, വന്ന ഉടനെ 3 മിനിറ്റ് കൊണ്ട് കമ്പനിയൊക്കെ റെഡിയാക്കി നഷ്ടമുള്ള കമ്പനിനെ ബെറ്റർ ആക്കി എന്താ ശരത് കുമാറിന്റെ കമ്പനി വീണ്ടും എന്താണ് ഇന്ത്യയിലെ ടോപ്പ് ആക്കാനൊന്നും നടക്കുന്ന പരിപാടിയൊന്നും അല്ല അവിടെ നടക്കുന്നത്. ഇവിടത്തെ പരിപാടി എന്ന് പറയുന്നത് എൻറ്റയർലി എന്താണ്, ഡിഫറെന്റ് ഗെയിമാണ്. എങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് വേണം, ടാലൻസ് വേണം. അങ്ങനെ ടാലന്റ് വേണമെങ്കിൽ എന്താ ചെയ്യുക? എന്താ പറയാ, നിങ്ങൾ എന്തിനാ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാ പഠിക്കാൻ വന്നിരിക്കുന്നത്? ജോലിക്കല്ലേ. അപ്പൊ ജോലിക്ക് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ടാവല്ലോ, അവരെ കൊണ്ട് എന്ത് ചെയ്യുക, ടാലന്റ് ആയിട്ട് അക്വിസിഷൻ ചെയ്യുക. എന്ത് കണ്ടക്ട് ചെയ്യുക? എക്സാംസ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അതൊന്ന് ബെസ്റ്റ് ആയവർ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് എടുക്കുക. ഇനി അവർ ഞാൻ സെലക്ട് ചെയ്ത് എടുത്തു, അപ്പോഴാണ് മനസ്സിലായത് അവരുടെ കോളേജ് സിസ്റ്റത്തിൽ അവരാകെ എന്താണ്, കാണപ്പണം പഠിച്ചിരിക്കുകയാണ്, ഫുള്ള് മാർക്ക് വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ഒരു കാര്യം ചെയ്യാറില്ല. അപ്പൊ അവരെ കൊണ്ട് എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, ഓൺ ബോർഡിങ് അവരെ കൊണ്ടുവരിക, എന്നിട്ട് ട്രെയിൻ ചെയ്യുക, എന്നിട്ട് ആ കമ്പനിയുമായിട്ട് എന്ത് ചെയ്യുക, ഒരു 2-2.5 മാസം ഇതാണ് മോനെ, ഇതാണ് മോളെ ഒരു കമ്പനി പ്രവർത്തിക്കുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം, സ്റ്റെപ്പ് നമ്പർ 1 ആയിട്ടുള്ള ടാലന്റ് അക്വിസിഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ ചുമ്മാ ആളെ എടുക്കുക എന്ന് മാത്രം ഉള്ളത് അല്ല. ആളെ എടുത്തതിന് ശേഷം ഓക്കെ, അവർക്ക് ഓൺ ബോർഡിങ് എന്താ പറയാ പ്രോസസ് ഉണ്ട്. ഓൺ ബോർഡിങ് പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയോട് ഇണക്കി ചേർക്കുന്ന പ്രോസസ്. കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഇതാണ് മോനെ നിന്റെ സാലറി, ഇങ്ങനെ വർക്ക് ചെയ്താൽ എക്സ്ട്രാ ആയിട്ട് ഇതൊക്കെ കിട്ടും, അപ്പൊ കൂടുതലായിട്ട് വർക്ക് ചെയ്യുക, ഇതാണ് കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, ഇതിനു വേണ്ടിയിട്ടാണ് നീ വർക്ക് ചെയ്യേണ്ടത്, നീ സിൻസിയർ ആയിരിക്കണം, നീ വെറുതെ വന്നിട്ട് പോകരുത് എന്നൊക്കെ പറയുന്ന പരിപാടിയുടെ പേരാണ് ഓൺ ബോർഡിങ്. ഒരു പണി എടുക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, കോളേജിൽ നിന്ന് കിട്ടുന്ന ഒരു 90% പേരും പോരാ എന്നാണ് എല്ലാ മുതലാളിമാരും പറയുന്നത്. അത് TCSന്റെ മുതലാളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ ടാറ്റയുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി നമ്മുടെ അംബാനിയുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ IT ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നഴ്സിംഗ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഡോക്ടർ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, MBA ആയിക്കോട്ടെ, എല്ലാവരും പറയുന്നു എന്ത്, ഇവര് പോരാ, ഇവരെന്ത് ചെയ്യണം, ആദ്യം തൊട്ട് ട്രെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ കോളേജ് PG ചെയ്യുന്നു, സ്കൂളിൽ നിന്ന് പഠിക്കുന്നു, ബിസിനസ് സ്കൂളിൽ നിന്ന് പഠിക്കുന്നു, ഇതൊക്കെ എന്താ, ഇതൊക്കെ ഒരു ബേസ് ആണെന്നാണ് കമ്പനീസ് എല്ലാം പറയുന്ന കാര്യമുള്ളത്. അപ്പൊ അവരെ എടുത്തതിന് ശേഷം അവരെ ട്രെയിൻ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തതിനു ശേഷം അവരിൽ 2 ക്വാളിറ്റി ഉണ്ടാക്കണം. എന്താണ് സർ ക്വാളിറ്റി? ഓക്കെ, ലീഡർഷിപ്പ്. അവരെന്തായിരിക്കണം, ദ ബെസ്റ്റ് ആയിരിക്കണം. ഓക്കെ, അതാണോ സർ? അല്ല. അവർക്ക് ഉണ്ടാക്കേണ്ട ക്വാളിറ്റി നമ്പർ 1 ലോയൽറ്റി, നമ്പർ 2 കമ്മിറ്റ്മെന്റ്. ഓക്കെ അല്ലേ? ഒരു റിലേഷൻഷിപ്പാണ് ഉള്ളത്. ഓക്കെ, ഒരു കമ്പനിയും ഒരു എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് റിലേഷൻഷിപ്പ് പോലെയാണ്. ഓക്കെ, സർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയണം? അല്ല മക്കളെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ഡിവേഴ്സ് നടക്കാൻ എന്ത് ചെയ്യും, കുറച്ച് സമയം എടുക്കും. ഓക്കെ, പെട്ടെന്നൊന്നും അവർ ഡിവേഴ്സിലേക്ക് പോകില്ല. പക്ഷെ ഗേൾ ഫ്രണ്ട് ആൻഡ് ബോയ് ഫ്രണ്ട് ആണെങ്കിൽ എപ്പോ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ബ്രേക്കപ്പ് ഉണ്ടാവാം. ഓക്കെ, അങ്ങനെ ബ്രേക്കപ്പ് ഇല്ലാതിരിക്കണമെങ്കിൽ അവിടെ പൈസ വേണം, കറക്റ്റ് സാലറി വേണം. അതെ, ശരിയാണ്. ഓക്കെ, പൈസ ഇല്ലാതെ ചിലപ്പോൾ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഉണ്ടായെന്ന് വരില്ല. അങ്ങനെ നോക്കാത്തവരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയണത്, ബേസിക് ആയ കാര്യം. ഓക്കെ, ടൈം സ്പെൻഡ് ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതൊക്കെ ഉണ്ടെങ്കിലും ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് റിലേഷൻഷിപ്പിലെ ഏറ്റവും അടിസ്ഥാനമായ കാര്യം എന്താ? ലോയൽറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ് അല്ലേ? ഓക്കെ, ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഇരിക്കുമ്പോൾ ഒരു 10 പേരെ നമ്മൾ ഗേൾ ഫ്രണ്ട് ആക്കി വെച്ചിട്ട് ഒരാളുടെ ഒപ്പം മാത്രം പോകുന്ന, ഒരാളുടെ ഒപ്പം നിൽക്കാതെ എല്ലായിടും പോകുന്നത് ശരിയാണോ? അല്ല. അതേ റിലേഷൻഷിപ്പ് തന്നെയാണ് ഒരു കമ്പനിയും എംപ്ലോയിയും തമ്മിലുള്ളത്. ലോയൽറ്റി. ഓക്കെ, എന്ന് വെച്ചാൽ കമ്പനിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ജീവൻ തന്നെ കൊടുക്കും. രണ്ടാമത്തെ കമ്മിറ്റ്മെന്റ്, എനിക്ക് തന്നിരിക്കുന്ന വർക്ക് ഞാൻ എന്ത് ചെയ്യും, ബെറ്ററായി നടക്കും.
അപ്പൊ ഇത് കേൾക്കുന്നവര് ഇതൊക്കെ നടക്കണ കാര്യമാണ് സാറേ, നടത്തണം. ഓക്കെ, അത് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുള്ളത്? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഉള്ളത്. അത് നടത്തിയെടുക്കുക എന്നതാണ് ഒരു സക്സസ്ഫുൾ ആയ മാനേജറുടെ, ഒരു സക്സസ്ഫുൾ ആയ കമ്പനിയുടെ പരിപാടി. അത് നമ്മൾ നടത്തിയെടുത്തു ടാറ്റയിലൂടെ. അതല്ലേ കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടത്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ പരിപാടിയാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. വീണ്ടും റിലേഷൻഷിപ്പാണ്. ഒരാൾ മാത്രം സംസാരിച്ചാൽ മതിയോ? പോരല്ലോ. ഓക്കെ, ഗേൾഫ്രണ്ട് മാത്രം പറയുന്നു, ബോയ് ഫ്രണ്ട് എല്ലാം കേൾക്കുന്നു. ബോയ് ഫ്രണ്ട് മാത്രം പറയുന്നു, ഗേൾഫ്രണ്ട് എല്ലാം കേൾക്കണം. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയ റിലേഷൻഷിപ്പ് ആണോ? അല്ല. പുതിയ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ റെഡ് ഫ്ലാഗ്. കറക്റ്റ് അല്ലേ? അപ്പൊ ഗ്രീൻ ഫ്ലാഗ് എന്താ, അല്ലെങ്കിൽ ഗ്രീൻ ഫോറസ്റ്റ് എന്താ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ എപ്പോ വേണമെങ്കിൽ എന്ത് ചെയ്യും? വിട്ടിട്ട് പോകും. അതന്നെയാണ് കമ്പനിയിൽ നടക്കുക. എപ്പോ വേണമെങ്കിൽ എന്ത് ചെയ്യും? പേപ്പർ ഇടും, അടുത്ത കമ്പനിക്ക് പോകും, പേപ്പർ ഇടും, അടുത്ത കമ്പനിക്ക് പോകും. അങ്ങനെ അവരെന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? കമ്പനി അവരെ പുറത്തായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ മാനേജേഴ്സ് പണി കൊടുക്ക്, പണി കൊടുക്ക്, പണി കൊടുക്കുക. ആകെ പണി കൊടുത്തോണ്ടിരിക്കുകയാണ്, ആകെ പണിയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവർ പറയുന്നത് കേൾക്കണം, എമ്പതൈസ് ചെയ്യണം. എന്ന് വെച്ചാൽ അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, വീട്ടിൽ എന്താ ഇഷ്യൂ, ഓക്കെ അല്ലേ? എന്തുകൊണ്ടാണ് ഇത്രയും നന്നായി വർക്ക് ചെയ്ത ഒരു വ്യക്തി ഇപ്പൊ വർക്ക് ചെയ്യാത്തത്? അങ്ങനെ ഒരു എമ്പതി അവരെന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഒരു വർക്ക് ലൈഫ് ബാലൻസ് അവർക്ക് കൊടുക്കണം. എന്നിട്ട് വർക്കിൽ അവർക്ക് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 2 വേ ആയിരിക്കണം. നമ്മൾ പറയുന്ന അവർ കേൾക്കണം, അവർ പറയുന്നത് നമ്മളും കേൾക്കണം. അതിനു വേണ്ടിയിട്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണമെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് അടിപൊളിയായിട്ട് വേണം. ആ മൂന്നാമത്തെ സ്റ്റെപ്പിന്റെ പേരാണ് ഓപ്പൺ കൊളാബറേഷൻ. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തുറന്നു പറയൂ, ഒന്നും മനസ്സിൽ വെക്കല്ലേ. ഓക്കെ, ആ പരിപാടിയുടെ പേരാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. സോ എല്ലാം തുറന്നു പറഞ്ഞാൽ പ്രശ്നമാവും. ചിലപ്പോൾ പ്രശ്നമാവും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ആരോടാ പറയണ്ടേ, എവിടെയാ പറയണ്ടേ, എപ്പോഴാ പറയണ്ടേ എന്നൊക്കെ അറിയണ്ടേ? അതിനുവേണ്ടി ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഒരു ക്ലയന്റ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ പോയി പറയുന്നത് ഈ കമ്പനി ശരിയല്ല, അത് ഈ മാനേജർ എന്നെ എന്ത് ചെയ്യുന്നു, ആകെ പ്രശ്നമാണ് എന്ന് അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിരിക്കുമോ? അല്ല. അതിനു വേണ്ടിയിട്ട് കമ്പനിയുടെ ഇന്റേണൽ ഗ്രീവാൻസ് മീറ്റിംഗ് ഉണ്ടാവും. ഇന്റേണൽ ഗ്രീവാൻസ് മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളെ എന്തൊക്കെ നിങ്ങൾക്ക് പ്രശ്നമുള്ളത് പറയും, അവിടെ പോയിട്ട് പറയാം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് HR മാനേജർ ഉണ്ടാവും, അയാളോട് പോയി സംസാരിക്കുക. ഓക്കെ, ടൈംലി റെസ്പോൺസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു പരിപാടി, ഒരാൾ വന്നിട്ട് ഒരു കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം, ഓക്കെ എന്ന് നാളെ നീള ഗണപതി കല്യാണം പോലെ ആവാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ എൻവയോൺമെന്റ് ഉണ്ടാവണം. അങ്ങനെ ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, ടാലന്റിനെ അക്വിസിഷൻ ചെയ്തു, ആളെ എടുത്തു. എന്നിട്ട് അയാളും കമ്പനിയും തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി, മാനേജറും എംപ്ലോയിയും തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി, ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കമ്മ്യൂണിക്കേഷൻ ചാനലും കൊടുത്തു. അതിനുശേഷം കൊളാബറേറ്റ് ചെയ്യണം. കൊളാബറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വാക്കിന്റെ പേരാണ് ഡെലിഗേഷൻ. എല്ലാ പണിയും കൂടി ഒരാളല്ല ചെയ്യേണ്ടത്. ആര് എന്തു പണി എത്ര സമയത്തിനുള്ളിൽ ചെയ്യണം, ഓക്കെ എന്നത് ശരിയായ ആളുകൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. ആ ശരിയായ ആളുകളെ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരാൾ ഇൻട്രോവേർട്ട് ആണെന്ന് കണ്ടു, അയാളിനെ ഇന്ന സെക്ഷനിലേക്ക് മാറ്റണം. ഓക്കെ, ഒരാൾ എക്സ്ട്രോവേർട്ട് ആണെന്ന് കണ്ടു, അയാൾ ഇന്ന സെക്ഷനിലേക്ക് മാറ്റണം. ആ എക്സ്ട്രോവേർട്ടിന്റെ ഇടയിൽ തന്നെ ആരാണ് ഇന്നത് പ്രസന്റ് ചെയ്യേണ്ടത്, ആരാണ് ഇന്ന പരിപാടി ചെയ്യേണ്ടത് എന്ന് കൃത്യമായി ഡിവൈഡ് ഉണ്ടാവണം. അവരൊരു ടീം ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെ ഒരു ടീം ആയിരിക്കുമ്പോൾ 10 പേരുണ്ടെങ്കിൽ 11 ഒപ്പീനിയൻ ഉറപ്പായിട്ടും വരും. അങ്ങനെയെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ഒരു വർക്ക് പ്ലേസ് ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് ആയിട്ട് ഗവൺമെന്റ് എംപ്ലോയി ആയി കഴിഞ്ഞാലും കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ഒരു വർക്ക് പ്ലേസ് ഉണ്ടാവില്ല. ഓക്കെ, അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. ഒരേ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 55 58 ഓക്കെ 55 or 58 എനിക്ക് അത്ര ഷുവർ ഇല്ല. ഓക്കെ, നമുക്കൊരു 60 ആണ് ഞാൻ എല്ലാവരുടെയും എടുക്കുക. അപ്പൊ 60 years വരെ എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി താഴെ വന്നിട്ട് കേരളത്തിൽ 55 ആണ് എന്നൊന്നും പറഞ്ഞ് കമന്റ് ചെയ്യരുത്. ഒരു എന്താ പറയാ, ഒരു കോമൺ പ്രൈസിന് വേണ്ടി പറഞ്ഞതാ. ഓക്കെ, ഒരുപാട് സ്ഥലത്ത് 60 ഉണ്ട്, നമുക്ക് ഒരു 60 വയസ്സ് എടുക്കാം. ഓക്കെ, 60 വയസ്സ് വരെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ
എന്താ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും അതേ മുഖം അതേ ആളുകളെ നിങ്ങൾ കാണേണ്ടി വരും. ഓക്കെ, പക്ഷെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണെങ്കിൽ അങ്ങനെയല്ല, ആളുകൾ മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മാറാനുള്ള സാധ്യത കൂടുതൽ എവിടെയായിരിക്കും? പ്രൈവറ്റിലായിരിക്കും. അപ്പൊ കോൺഫ്ലിക്റ്റ് എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ലേ? ഉണ്ടാവണം. അത് റെസൊല്യൂട്ട് ചെയ്ത് പോണ്ടേ, ശരിയാക്കിയിട്ട് പോണം. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലല്ലേ ഒരു സന്തോഷകരമായ വർക്ക് പ്ലേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിന്റെ കാര്യം എടുത്താലോ, നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ആവശ്യമായിട്ടുള്ള കഴിവുകളുള്ള, അതായത് നമുക്ക് വേണ്ട ക്വാളിറ്റീസ് ഉള്ള ഒരു ഗേൾ ഫ്രണ്ടിനോ ബോയ് ഫ്രണ്ടിനോ സെലക്ട് ചെയ്യണം. ടാലന്റ് അക്വിസിഷൻ. ഇനി ആ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആയിരിക്കണം. എന്ത് പരിപാടി ചെയ്യുമ്പോഴും കൊളാബറേഷനിലൂടെയാണ് ചെയ്യേണ്ടത്. ഒരാൾ ഒറ്റയ്ക്കല്ല, രണ്ടുപേരും എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി ഡിവൈഡ് ഉണ്ടാവണം. അവർ തമ്മിൽ എന്തൊക്കെ അടിയുണ്ടെങ്കിലും അത് അന്ന് തന്നെ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? അന്ന് രാത്രി സോറി എല്ലാം പറഞ്ഞ് കിടന്നുറങ്ങിയതിനു ശേഷം പുതിയ ഡേ എന്ത് ചെയ്യുക? പുതിയ ഡേ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ 5 സ്റ്റെപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് റിലേഷൻ എന്തായിരിക്കും? ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇതാണ് ആര് പറഞ്ഞത്? ക്രീറ്റ്നർ പറഞ്ഞത്. സോ അങ്ങനെ പറഞ്ഞത് അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞാണ്. ഈ 5 സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് മാനേജ്മെന്റ് അതെന്തായിരിക്കും? ബെറ്റർ ആയിരിക്കും എന്ന് ആര് പറഞ്ഞു? ക്രീറ്റ്നർ പറഞ്ഞു. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ എങ്ങനെയാണ് പീപ്പിളിനെ മാനേജ് ചെയ്യുക? നമ്പർ 1, നോ യുവർ ടീം. നിങ്ങളുടെ ടീമിനെ എന്ത് ചെയ്യണം? അറിയണം. ടീമിനെ മനസ്സിലാക്കാതെ പോയിട്ട് ഒരു കാര്യമില്ല. നമ്പർ 1, ക്ലിയർ ഗോൾസ്. കൃത്യമായ ഗോൾസ് കൊടുക്കുക. ഓക്കെ, അലോ ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, എനിക്കിത് 3-ാം പക്കം കിട്ടണം, ഇന്നേക്ക് 14-ാം ദിവസം, കളറി പരമ്പര ദൈവങ്ങളാണ്, ഇത് കിട്ടിയേ പറ്റുള്ളൂ, അങ്ങനൊന്നും പറയരുത്. ഓക്കെ, എന്ന് വെച്ചിട്ട് 14 ദിവസത്തെ പരിപാടി 42 ദിവസം ആക്കുകയും ചെയ്യരുത്. ഓക്കെ, അപ്പൊ എന്ത് കൊടുക്കണം? ഫ്ലെക്സിബിലിറ്റി കൊടുക്കണം. എന്ന ഒരു അളവിനെ കൊടുക്കാൻ പറ്റുള്ളൂ. നീ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്ക്, ഓക്കെ, ഇത്ര ഡേയ്സ് എന്ന് പറ, അങ്ങനെ പറയാൻ പറ്റില്ല. അതാണ് മാനേജ്മെന്റ് ഈ സബ്ജക്റ്റിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഓക്കെ അല്ലേ? 30 ദിവസം 3 ഇരട്ടി സമയം കൊടുക്കുക, അങ്ങനൊന്നുമില്ല. കൊടുക്കണം, അത്രേ ഉള്ളൂ. കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക. വർക്ക് ഡെലിഗേറ്റ് ചെയ്യുക. ഓക്കെ, ഡെലിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പണിയും ഒരാളെ ഏൽപ്പിക്കാതെ വർക്ക് അങ്ങോട്ട് ഡെലിഗേറ്റ് ചെയ്യുക. ഓഫർ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ നല്ല പണിയെടുത്താ മോനെ, ഓക്കെ, നീ നന്നായി പണിയെടുത്തു, ഓക്കെ, ഇരിക്കട്ടെ നിനക്കെന്ത് ഒരു കുതിരപ്പവൻ. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ? ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ എന്താണ് ഒരു ഇൻക്രിമെന്റോ എന്തെങ്കിലും എന്ത് ചെയ്യുക? കൊടുക്കുക. ബി ഈഗർ ടു ലേൺ ഫ്രം അതേഴ്സ്. ഓക്കെ, ഇതെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. നമ്മളൊന്നും ഫുള്ള് കഴിവുള്ള ആളുകളല്ല, എത്ര വലിയ ആളാണെങ്കിലും. അതിന് ഇലോൺ മസ്ക് ആണെങ്കിലും എന്താ ബാരൻ ബഫറ്റ് ആണെങ്കിലും ബിൽ ഗേറ്റ്സ് ആണെങ്കിലും അവരും എന്ത് ചെയ്യും? ദിവസവും ലേൺ ചെയ്യും. അങ്ങനെ ലേൺ ചെയ്യാതെ എനിക്കെല്ലാം അറിയാം, ഞാനാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞിരുന്ന മക്കളെ അപ്പം എന്ത് ചെയ്യും? വീഴും. അതെല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ ലേണിംഗ് എന്നുള്ള കാര്യം ലൈഫിൽ നിൽക്കില്ല, സ്കൂളിങ്ങിൽ മാത്രമല്ല. ഓക്കെ, നമ്മൾ ജനിച്ചു വീണപ്പോൾ തൊട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട്, മരിക്കുന്നവരെ നമ്മൾ എന്തെങ്കിലും പഠിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതാണ് മക്കളെ ജീവിതം. എന്താ സാർ ഫിലോസഫിയാണ്, ആകെ ക്രിഞ്ചാണല്ലോ. ഓക്കെ, അതാണ് മക്കളെ മാനേജ്മെന്റ്. ഓക്കെ, ഇത് ബാക്കിയുള്ള സബ്ജക്റ്റ് എന്താ ഡിഫറെന്റ് ആണ്. ഞാൻ അത് 100 വട്ടം പറയാൻ കാരണം, ഓക്കെ, ഇതിനെ ഞാൻ ഇനി അപ്ലൈ ചെയ്യും വരുന്ന ക്ലാസ്സുകളിൽ. എങ്ങനെയാണ് പബ്ലിക് ഓർഗനൈസേഷൻ ഉണ്ടാവുക, എങ്ങനെയാ പ്രൈവറ്റ് ഓർഗനൈസേഷൻ ഉണ്ടാവുക, എങ്ങനെയാ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ ആപ്ലിക്കേഷൻ തരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ സാധനമൊക്കെ നന്നായിട്ട് ഓർമ്മ വരണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ബേസ് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് പോയിന്റ്സ്? നമ്പർ 1, ടീമിനെ അറിയണം, നോ യുവർ ടീം. നമ്പർ 2, ക്ലിയർ ഗോൾസ് സെലക്ട് ചെയ്യണം. നമ്പർ 3, ഫ്ലെക്സിബിലിറ്റി അലോ ചെയ്യണം. നമ്പർ 4, കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്യണം. നമ്പർ 5, വർക്ക് ഡെലിഗേറ്റ് ചെയ്യണം. നമ്പർ 6, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. നമ്പർ 7, ബാക്കിയുള്ളവരിന്ന് ലേൺ ചെയ്യാൻ വേണ്ടി എന്തായിരിക്കണം? ഈഗർ ആയിരിക്കണം ഫുൾ ടൈം. ഇങ്ങനെ എല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 കൺസെപ്റ്റ് ഉണ്ട്. ഒന്നിന്റെ പേരാണ് ലീഡിങ്, ഒന്നിന്റെ പേരാണ് മാനേജിങ്. ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നത് അക്കംപ്ലിഷ് എ ഗോൾ, അതായത് കമ്പനിയുടെ ഗോൾ, കമ്പനിയുടെ വിഷൻ, ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലീഡിങ് ആയാലും മാനേജിങ് ആയാലും ചെയ്യുന്നത്. ഓക്കെ, ലീഡിങ്ങില്
മാനേജിങ്ങിൽ നമുക്കുള്ള പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, ഓക്കെ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണോ മാനേജ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അത് ലീഡിംഗ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാർ മനസ്സിലായില്ല? ആദ്യം നമുക്ക് വേണ്ടത് ഒരു വിഷനും സ്ട്രാറ്റജിയും ആയിരിക്കണം. വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 10 വർഷം കൊണ്ട് ഞാൻ എവിടെയായിരിക്കും, ഓക്കെ. എന്ന് വെച്ചാൽ ഞാൻ സെക്രട്ടറി അസിസ്റ്റന്റ് ആയി എന്റെ ജീവിതം കഴിയുന്നതാണോ? അല്ല. അടുത്ത അടുത്ത എക്സാം എഴുതാൻ പറ്റുമോ? അപ്പൊ ഞാൻ സെക്രട്ടറി അസിസ്റ്റന്റ് ആയി, ഒരു വർഷം കൂടി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? ഞാൻ എന്റെ പ്രൊബേഷൻ ടൈം കഴിയും, ഓക്കെ. എങ്കിൽ എനിക്ക് പിന്നെ KS എഴുതാവുന്നതാണ്. അങ്ങനെ ആലോചിക്കാൻ പറ്റുമോ? അല്ല, എനിക്കിപ്പോ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞു, ഓക്കെ, എങ്കിൽ എനിക്ക് കുറച്ചുകൂടി എന്റെ ചെലവിൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് UPSC പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അല്ല, വെറും ഇത് മാത്രം ചെയ്താൽ മതിയോ? ട്രേഡിംഗ് പഠിക്കണം, AI പഠിക്കണ്ടേ? എന്റെ സ്കില്ല് ഞാൻ എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യണം. അതിനുള്ള എവിടെയെങ്കിലും വേക്കൻസീസ് ഉണ്ടാവുമോ? അത് നോക്കാൻ പറ്റുമോ? എന്ന് ഗവൺമെന്റിൽ തന്നെ എനിക്ക് വീണ്ടും പ്രൊമോഷൻ വാങ്ങാൻ പറ്റുമോ എന്ന് നോക്കണം, ഓക്കെ. വരുന്ന ഡിപ്പാർട്ട്മെന്റിൽ ടെസ്റ്റ് എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? മുന്നോട്ട് പോകാൻ പറ്റുമോ നോക്കണം. എന്നാലല്ലേ വീട് വലിയ വീട്, ഒരു കാറ് വലിയ കാറ്, ഓക്കെ, അങ്ങനെ പറഞ്ഞ് സൊസൈറ്റിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ല സെക്രട്ടറി അസിസ്റ്റന്റ് ആയി എല്ലാ 5 വർഷം കൂടുമ്പോഴും 3 വർഷം കൂടുമ്പോഴും എപ്പോഴെങ്കിലും ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന പ്രൊമോഷൻ കൊണ്ടിരുന്ന് ജീവിക്കാനോ ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വിഷനും ഇല്ല, സ്ട്രാറ്റജിയും ഇല്ല, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വിഷനും സ്ട്രാറ്റജിയും ഇല്ലെങ്കിൽ നിങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, നിങ്ങളുടെ ഗോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല? അച്ചീവ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ ഇത് കാണുന്നവര് ആദ്യം സെക്രട്ടറി അസിസ്റ്റന്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം, ഓക്കെ. ശരി മക്കളെ, ശരി. അപ്പൊ ഉടനെ എന്ത് ചെയ്യണം? ഈ പ്ലാൻസ് എല്ലാം ചെയ്യണം. മനസ്സിലായ? ഓക്കെ. അപ്പൊ ലീഡിങ്ങും മാനേജിങ്ങും തമ്മിലുള്ള ബേസിക് ആയ കാരണം മനസ്സിലാക്കിയില്ലേ? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ തിയറീസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം, ഓക്കെ. അങ്ങനെയെങ്കിൽ എന്താണ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പെട്ടിക്കടക്കാരനുണ്ടോ? ഇല്ലേ? ഓക്കെ അല്ലേ? ഒരു വട കൊടുക്കുന്ന, കടി ഉണ്ടാക്കുന്ന ഒരു പെട്ടിക്കടക്കാരന് മാനേജ്മെന്റ് ഇല്ലേ? ഉണ്ട്. എല്ലാ കടിയും അയാൾ ഒറ്റയ്ക്ക് ചെയ്യണോ? അതോ ഏതെങ്കിലും ഒരു ബോണ്ട ഉണ്ടാക്കാൻ അയാൾ ബെറ്റർ ആയിരിക്കും. പക്ഷെ പരിപ്പോട് അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എങ്കിൽ പരിപ്പോട് എന്ത് ചെയ്യണം? പുറത്തുനിന്ന് എടുക്കണോ? ഓക്കെ. അതിനുള്ള എത്ര റോ മെറ്റീരിയൽ വേണം? എത്രയാണ് എന്റെ ഫിനിഷ് ഗുഡ്സിന്റെ പ്രൊഡക്റ്റ്? 10 രൂപ മതിയോ? 12 രൂപ മതിയോ? അതോ ഞാൻ 6 രൂപയ്ക്ക് കൊടുക്കണോ? ഓക്കെ എന്ന് പുള്ളി പ്ലാൻ ചെയ്യണം. അത് ബിഗ് ആയിക്കോട്ടെ, സ്മോൾ ആയിക്കോട്ടെ, പ്രോഫിറ്റിന് വേണ്ടി ആയിക്കോട്ടെ, നോൺ പ്രോഫിറ്റ് ആയിക്കോട്ടെ. നോൺ പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യാൻ പോകുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലാണ്, ഓക്കെ. അതായത് ഒരു ഗവൺമെന്റിലാണ്. അപ്പൊ ആളുകളുടെ സേവനം, പബ്ലിക് സർവീസിന് വേണ്ടിയിട്ടല്ലേ നിങ്ങളെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ എന്താ പബ്ലിക്കിന് എന്തുകൊണ്ട് നടന്നോട്ടെ, എനിക്ക് പ്രോഫിറ്റ് മാത്രം മതി എന്ന് നോക്കാനല്ലോ ഗവൺമെന്റ് കമ്പനീസ് ഉള്ളത്. ചിലപ്പോൾ നഷ്ടത്തിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വെക്കുന്നതായിരിക്കും. കറക്റ്റ് അല്ലേ? ഓക്കെ. അവർക്ക് മാനേജ്മെന്റ് വേണ്ടേ? വേണം. അപ്പൊ സർവീസ് ആണെങ്കിലും മാനുഫാക്ചറിങ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും നോൺ പ്രോഫിറ്റ് ആണെങ്കിലും ബിഗ് ആണെങ്കിലും സ്മോൾ ആണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും അവിടെ എന്ത് വേണം? മാനേജ്മെന്റ് വേണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മാനേജ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും ആവശ്യമുള്ള ഒരു കാര്യമാണ്, അല്ലാതെ ചില പർട്ടിക്കുലർ സ്ഥലങ്ങളിൽ മാത്രം ആവശ്യമുള്ള കാര്യമല്ല. ഇത്രയും കാര്യം മനസ്സിലായല്ലേ? മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇൻഡിവിജ്വൽസിനെ ഗ്രൂപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നേടി വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും അവരുടെ ആഗ്രഹം. പക്ഷെ ആ ആഗ്രഹങ്ങളെ മാറ്റിവെച്ച് അവരെല്ലാം ഒരു ഗ്രൂപ്പിലായി ആ ഗ്രൂപ്പിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നോക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവരെ കൊണ്ടുവന്ന് ആ കൊണ്ടുവന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന 100,000 പ്രശ്നങ്ങൾ തീർത്തതിനു ശേഷം അവരെ നമുക്ക് വേണ്ട രീതിയിൽ, കമ്പനിക്ക് വേണ്ട രീതിയിൽ പണിയെടുപ്പിക്കണമെങ്കിൽ എന്റെ മക്കളെ വേർത്ത്, ഓക്കെ, അതിന്റെ പേരാണ് മാനേജ്മെന്റ്. ഇത്രയും മനസ്സിലായ? ഇത്രയും ഓക്കെ ആണോ? അതെ. അപ്പൊ മാനേജ്മെന്റിൽ ഒരു സീരീസ് ഓഫ് ഇന്റർ റിലേറ്റഡ് ആക്ഷൻസ് ഉണ്ടാവും. എല്ലാ മാനേജർമാരും കുറെ ആക്ഷൻസ് ചെയ്യും. എന്തൊക്കെയാണ് സാർ ആക്ഷൻസ് അവർ ചെയ്യുക? ഓക്കെ, അവർ പ്ലാൻ ചെയ്യും, അവർ കൺട്രോൾ ചെയ്യും, അവർ ഡയറക്റ്റ് ചെയ്യും, അവർ സ്റ്റാഫ് ചെയ്യും, ഓക്കെ. ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടി എല്ലാ മാനേജറും ചെയ്യും. സാർ അപ്പൊ എല്ലാ മാനേജറും ഒരേ പണിയാണോ ചെയ്യണത്? അല്ല. അതെങ്ങനെ സാറേ? ആളിനനുസരിച്ചാണോ? ഇപ്പൊ കിരൺ മാനേജർ ഡിഫറെന്റ്, വരുൺ മാനേജർ ഡിഫറെന്റ്, സുരഭി മാനേജർ ഡിഫറെന്റ്, അനു മാനേജർ ഡിഫറെന്റ്. അങ്ങനെയാണോ സാറേ? അല്ല. ഓക്കെ. ആ ഡിഫറൻസും ഉണ്ട്. അതിനേക്കാളും ഡിഫറെന്റ് കിരൺ എന്ന് പറയുന്ന ആള് ജനറൽ മാനേജറാണ്, ഏറ്റവും ടോപ്പാണ്, ഓക്കെ. അരുൺ എന്ന് പറയുന്ന ആള് അസിസ്റ്റന്റ് ജനറൽ മാനേജറാണ്. അനു എന്ന് പറഞ്ഞ കുട്ടി എന്തായിരുന്നു? സെയിൽസിന്റെ ഹെഡാണ്. എങ്കിൽ ഇവരെല്ലാവരും ചെയ്യുന്ന ഫങ്ഷൻസ് ഡിഫറെന്റ് ആയിരിക്കില്ലേ? അതെ. ഇവരുടെ എല്ലാവരുടെയും ടൈം സ്പെൻഡ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിരിക്കില്ലേ? അതെ. അപ്പോൾ നിങ്ങളൊരു ടോപ്പ് ലെവൽ മാനേജർ ആണെന്ന് വിചാരിക്കൂ.
നിങ്ങളുടെ കൂടുതൽ സമയവും പ്ലാനിങ്ങിലും ഓർഗനൈസിങ്ങിലുമാണ് പോവുക. ലോവർ ലെവൽ മാനേജർ ആണെങ്കിൽ നിങ്ങളുടെ പണി എന്തിലാ പോവുക? എക്സിക്യൂട്ടിങ്ങിൽ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരു സെക്രട്ടറി അസിസ്റ്റന്റ് ആണെന്ന് വിചാരിക്കൂ. നിങ്ങളാണോ ഗവൺമെന്റ് വേണ്ടി പോളിസി ഉണ്ടാക്കുന്നത്? സെക്രട്ടറിയുടെ എങ്ങനെ പണിയെടുക്കണം, ഓക്കെ, അവിടെ എന്തൊക്കെയാണ് പരിപാടി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താ ഇന്ന ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണോ? അല്ല. ഓക്കെ, നിങ്ങളൊരു മാനേജർ ആണോ? അതെ. നിങ്ങളൊരു മിഡിൽ ലെവൽ മാനേജർ ആണ്. നിങ്ങൾ ടോപ്പ് ലെവലിൽ എത്തിയിട്ടുണ്ടോ? ഇല്ല. പ്രൊമോഷൻ വാങ്ങിയിട്ടോ എക്സാം എഴുതിയിട്ടോ ടോപ്പിൽ എത്തിയിട്ടുള്ള എന്തുണ്ടാവും? വിഭാഗങ്ങൾ ഉണ്ടാവും, ഇല്ലേ? ഓക്കെ, നിങ്ങളുടെ മുകളിൽ ഹെഡ്സ് ഉണ്ടാവില്ലേ? അവരുടെ എല്ലാം മുകളിൽ മന്ത്രി ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ആ ഹെഡ് ആവണമെങ്കിൽ, നിങ്ങൾ ഒരു ദിവസം ഹെഡ് ആയി എന്ന് വിചാരിക്കൂ. ഒരു ദിവസം ആയി എന്നല്ല, ആവും. അങ്ങനെ നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ടോപ്പിലെത്തിയാൽ ചെയ്യുന്ന പണിയും ഇപ്പോൾ നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് ആയാൽ ചെയ്യുന്ന പണിയും ഒന്നായിരിക്കുമോ? ഒരിക്കലും ഒന്നല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു മിഡിൽ ലെവൽ മാനേജറിലാണ് കയറുന്നത്. എന്നിട്ട് നിങ്ങൾ എവിടേക്ക് എത്തും? ടോപ്പ് ലെവലിലേക്ക് എത്തും. അപ്പൊ ടോപ്പ് ലെവൽ എത്തുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് പ്ലാനിങ് ഓർഗനൈസിങ് ആയിരിക്കും. അതായത് മൊത്തത്തിൽ ഈ പരിപാടി എങ്ങനെയാണ് നടക്കേണ്ടത്. മിഡിൽ ലെവലിലുള്ള നിങ്ങളുടെ പരിപാടി എന്ത് ചെയ്യണം? നടത്തിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് നടത്തിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് താഴെ കുറെ ആളുകൾ തന്നിട്ടുണ്ടാവും. അവരെ കൊണ്ട് എന്ത് ചെയ്യണം? പണി എടുപ്പിക്കണം. ഓക്കെ, അപ്പൊ പണിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ പണിയാണ്, പണി എടുപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ പണിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇവിടെ ഒരു LGS ആയിട്ടുള്ള ആളുണ്ടെന്ന് വിചാരിക്കൂ. ഓക്കെ, ലോവർ എന്താ പറയാ, ലോ ലോവർ ഗ്രേഡ് സർവീസിലുള്ള ഒരാളുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ അയാൾ ഒരു ഓഫീസ് അറ്റൻഡന്റ് ആണ്. അപ്പൊ ഈ ഓഫീസ് അറ്റൻഡന്റിനെ കൊണ്ട് കൃത്യമായി പണിയെടുപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയിൽ വരുന്ന ഒരു കാര്യമാണ്. എങ്കിൽ നിങ്ങൾ അയാളെ കൊണ്ട് പണിയെടുപ്പിച്ചില്ലെങ്കിൽ, അയാൾ കൃത്യമായി പണി ചെയ്തില്ലെങ്കിൽ, നിങ്ങളാണ് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പുറത്തല്ല അതിന്റെ റെസ്പോൺസിബിലിറ്റി വരിക. അയാൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ തല്ല ചോദിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബോസിന്റെ അടുത്തല്ലേ ചോദിക്കുക. മനസ്സിലായ? അപ്പൊ ഒരു ഹൈറാർക്കി ഇല്ലേ? ഹൈറാർക്കി എന്ന് വെച്ചാൽ എന്താ? ഒരു ഓർഡർ ഇല്ലേ? കമ്മ്യൂണിക്കേഷൻ ചാനൽ ഇല്ലേ? ഇതൊരു ഗവൺമെന്റ് സർവീസിലില്ലേ? അതേപോലെ ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇല്ലേ? മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരബ്രഹ്മമാണ്. എന്ന് വെച്ചാൽ എന്താ? എല്ലായിടത്തും ഉണ്ട്. മനസ്സിലായ? മനുഷ്യനുണ്ടായപ്പോ തൊട്ട് മാനേജ്മെന്റ് ഉണ്ട്. ഓക്കെ, ഇതാകെ കഥയാണല്ലോ സാറേ, ഇതാകെ കഥയാണ്. ഇങ്ങനെയാണ് ഈ സബ്ജക്ട് പഠിക്കുക. ഇത്രയും കാര്യം ഓക്കെ ആയ? ഓക്കെ എങ്കിൽ ടോപ്പ് ലെവൽ മാനേജർ ഉണ്ടാവും, മിഡിൽ ലെവൽ മാനേജർ ഉണ്ടാവും, ലോവർ ലെവൽ മാനേജർ ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും. അപ്പൊ ഒരു ഹൈറാർക്കി ഉണ്ട്. ഇവരുടെ എല്ലാം പണി എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെയാണ്. ഓ ഫൈൻ. ഓക്കെ, എങ്കിൽ മാനേജ്മെന്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? എല്ലാ ആക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. ഡിഫറെന്റ് ആക്ടിവിറ്റി എന്തുമായിക്കോട്ടെ, വി വിൽ യൂസ് എന്ത്? മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ ആക്ടിവിറ്റി എന്തുണ്ടാവണം? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവണം. ഒരാള് ഒറ്റയ്ക്ക്, ഞാൻ മാത്രം, ഐ ആം ദി രജനികാന്ത്. ഓക്കെ, ഞാൻ ഒറ്റയ്ക്കാണ് എന്ത് ചെയ്യുക? പണി ചെയ്യുക. ഞാൻ ഒരു പണി ചെയ്താൽ അത് 100 പേർ പണി ചെയ്ത ഈക്വൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തൽക്കാലത്തേക്ക് എന്ത് വേണ്ട? മാനേജ്മെന്റ് വലിയ ആവശ്യമില്ല. പക്ഷെ എവിടെയൊക്കെ ഗ്രൂപ്പ് ഉണ്ടോ അവിടെയൊക്കെ എന്ത് വേണം? മാനേജ്മെന്റ് വേണം. അങ്ങനെയെങ്കിൽ ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ എല്ലാവരും ഒരേ പണിയാണോ ചെയ്യുക? ഒരിക്കലുമല്ല മക്കളെ. ഒരു ഓർഗനൈസേഷനിൽ ഒരാളും എന്ത് ചെയ്യില്ല? ഒരേ പണി ഒരേപോലെ ചെയ്യുന്ന കാര്യം ഉണ്ടാവില്ല. ഡൈവേഴ്സ് ടാസ്ക് ആയിരിക്കും ചെയ്യുക. പക്ഷെ അവരുടെ എല്ലാവരുടെയും ഗോൾ ഒന്നായിരിക്കുമോ? ഞങ്ങൾ പോകുന്ന പാതകൾ വേറെയാണ്, പക്ഷെ ഞങ്ങൾ എത്തുന്ന ലക്ഷ്യം എന്താണ്? ഒന്നാണ് എന്നാണോ പറയാൻ പോകുന്നത്? അതെ അതെ അതെ. എന്താണ് ലക്ഷ്യം? കമ്പനിക്ക് പൈസ കിട്ടണം. ഓക്കെ, കമ്പനി എന്താവണം? പ്രോഫിറ്റബിൾ ആവണം. കമ്പനിക്ക് എന്ത് കിട്ടണം? പൈസ കിട്ടണം. കമ്പനി എന്താവണം? ലോകത്തിലെ ബെസ്റ്റ് കമ്പനി ആവണം. ഇതിനാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അതെ മക്കളെ, അതെ. എന്ന് വെച്ചാൽ മാനേജ്മെന്റിന്റെ എയിം എന്താ? ഒരേ ഒരു എയിം. എന്താണ് സാർ എയിം? ഗോൾ അച്ചീവ് ചെയ്യുക. എന്താണ് സാർ ഗോൾ? മെസ്സി ഗോൾ അടിച്ചു, റൊണാൾഡോ ഗോൾ അടിച്ചു, ആ ഗോളാണോ? ഓക്കെ, അപ്പൊ റൊണാൾഡോ ഗോൾ അടിച്ചു പറഞ്ഞാൽ ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യം. ഓക്കെ, അപ്പൊ ലക്ഷ്യത്തിലേക്ക് തൊടുക്കുകയല്ലേ റൊണാൾഡോ ചെയ്തത്. അർജുനന്റെ കഥയിൽ എന്തായിരുന്നു? അദ്ദേഹത്തിന് ആ തത്തയല്ല, ആ പക്ഷിയുടെ കണ്ണ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കാണുന്നുണ്ടായിരുന്നുള്ളൂ. അതേപോലെ മാനേജ്മെന്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരേ ഒരു സാധനമേ കാണുള്ളൂ. ആ സംഭവത്തിന് എന്താ? ഗോൾ, ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി ഒരുപാട് പണി ചെയ്യുന്ന ഒരുപാട് പേരെ, ഓക്കെ, പെർഫോമിങ് ഡിഫറെന്റ് ടാസ്കുള്ള ഒരുപാട് പേരെ, ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടത്തിയതിനു ശേഷം എന്റർപ്രൈസിന്റെ ചാർജ് എടുത്തതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നുവെങ്കിൽ അതിന്റെ പേരാണ് മക്കളെ എന്ത്? മാനേജ്മെന്റ്. ഓക്കെ ഫൈൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ മാനേജ്മെന്റ്
ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് രണ്ട് വഴിയുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് വഴി? വഴി നമ്പർ 1 ഇഫക്റ്റീവ്നെസ്, വഴി നമ്പർ 2 എഫിഷ്യൻസി. അതെന്താ സർ ഇഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി? കേൾക്കുമ്പോൾ ഒരേ രീതിയിൽ തോന്നുന്നുണ്ട്. ഒന്ന് കാര്യക്ഷമത, ഇഫക്റ്റീവ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യക്ഷമത. ഓക്കെ, എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലപ്രാപ്തി. ഓക്കെ, ഇതാണ് അതിനെ പറയാം. ഇത് കേൾക്കുമ്പോൾ സെയിം ആണല്ലോ, കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യണം, എന്തായാലും ഗോൾ അച്ചീവ് ചെയ്യണം. ഓക്കെ, ഇത് സെയിം ആണല്ലോ സർ? അല്ല മക്കളെ, അല്ല. കേൾക്കുമ്പോൾ ഇത് സെയിം ആയിരിക്കും, പക്ഷെ അത് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്, ഇഫക്റ്റീവ്നെസ് വേഴ്സസ് എഫിഷ്യൻസി. ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: management is the process of working with and through others to effectively achieve organizational objectives by efficiently using limited resources in the changing environment. Which of the following statement includes this in this concept? എന്നാണ് ചോദ്യം. ഓക്കെ, ഇത് എന്ന് പറയുന്നത് നമ്മുടെ ക്രീറ്റ്നറുടെ എന്താണ്? എക്സ്പ്ലനേഷൻ ആണ്. അതല്ല ഇത്രയും നേരം ഘോരം പ്രസംഗിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ പഠിച്ചത്? ഓക്കെ, വർക്കിംഗ് വിത്ത് ആൻഡ് ത്രൂ അതേഴ്സ് ഇഫക്റ്റീവ്ലി ആയിരിക്കണം, ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കണം, ലിമിറ്റഡ് റിസോഴ്സേ ഉണ്ടാവാൻ പറ്റുള്ളൂ, ചേഞ്ചിങ് എൻവയോൺമെന്റ് ആയിരിക്കും. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കൺസെപ്റ്റ് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? എന്ന് വെച്ചാൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്നല്ല ചോദിച്ചിരിക്കുന്നത്, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ കൺസെപ്റ്റിലുള്ള സംഭവത്തിൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെ ഈ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വരും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ചോദ്യം മനസ്സിലായെങ്കിൽ മാനേജ്മെന്റ് ഹാസ് ബീൻ യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഫോർ all type of activities and mainly for taking charge of different activities in an enterprise എന്നാണ് ആദ്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഒരുപാട് ആക്ടിവിറ്റി ഉണ്ടാവും, അതിലെന്ത് ചെയ്യണം? ഡിഫറെന്റ് ആക്ടിവിറ്റിനെ ചാർജ് ഏറ്റെടുക്കണം, അതിലൂടെ എന്റർപ്രൈസിനെ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം, എന്നിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യണം എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. എന്റെ ചോദ്യം, ഇതെങ്ങനെ ചെയ്യാം? ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക, അതിലെ കൺസെപ്റ്റും ആൻസർ ആയിട്ടുള്ള ഒന്നിലെ കൺസെപ്റ്റും സെയിം ആണോ നോക്കുക. ഓക്കെ, എന്തെങ്കിലും സെയിം ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അതിന് റിലേഷൻ വരുന്നുണ്ടോ നോക്കുക. അപ്പൊ അവിടെ ചോദ്യം, ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? വർക്കിംഗ് വിത്ത് ആൻഡ് ത്രൂ അതേഴ്സ് ഇഫക്റ്റീവ്ലി അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ടൈപ്പിലുള്ള ആക്ടിവിറ്റീസും ചെയ്യണ്ടേ? ഓക്കെ, അതിനെന്താണ് ആക്ച്വലി? ടേക്കിംഗ് ചാർജ് ഓഫ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് അല്ലേ? അപ്പൊ വർക്കിംഗ് വിത്ത് ആൻഡ് ത്രൂ അതേഴ്സ് ഇഫക്റ്റീവ്ലി എന്നല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഒന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ കൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആയിട്ട് മാറിയില്ലേ? അങ്ങനെയെങ്കിൽ ഒന്ന് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തേക്ക് നോക്കാം. മാനേജ്മെന്റ് ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് ഈസ് നെസസറി വേറെവർ ദർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ആളുകൾ ഉണ്ടോ അവിടെ മാനേജ്മെന്റ് നെസസറി ആണ്. ഓക്കെ, അതല്ല അവിടെ എഴുതിയിരിക്കുന്നത് വർക്കിംഗ് വിത്ത് ആൻഡ് ത്രൂ അതേഴ്സ്. എങ്കിൽ അവിടെ ആൾ ആവശ്യമില്ലേ? എങ്കിൽ മാനേജ്മെന്റ് അവിടെ ആവശ്യമില്ലേ? അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റുമായിട്ട് സ്റ്റേറ്റ്മെന്റ് 2 എന്തുണ്ട്? കൺസെപ്റ്റ് റിലേറ്റ് ചെയ്യുന്നു, വാല്യൂ ഉണ്ട്. നമ്പർ 3, people in organizations are performing diverse tasks but they are all working towards the same goal. Okay, ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ പീപ്പിൾ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്, എന്നിരുന്നാലും അവരെല്ലാവരും ഒരേ ഗോളിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എങ്കിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താ? അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഇത് ഇവിടെ കണ്ട അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് by efficiently using limited resources in the changing environment. ഓക്കെ, അപ്പൊ ചേഞ്ചിങ് എൻവയോൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവേഴ്സ് ആയിട്ടുള്ള ടാസ്ക് അവരെന്ത് ചെയ്യും? ചെയ്യുന്നതായിരിക്കും. അതിലൂടെ ഗോൾ എന്ത് ചെയ്യണം? അച്ചീവ് ചെയ്യണം. അപ്പൊ ചേഞ്ചിങ് എൻവയോൺമെന്റ് എന്തൊക്കെ വന്നാലും ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യണം? അച്ചീവ് ചെയ്യണം എന്നതാണ് അതിലുള്ളത്. എങ്കിൽ ഈ 3 കാര്യവും നമ്മുടെ ഇത് ക്രീറ്റ്നറുടെ എന്താ എക്സ്പ്ലനേഷൻ അല്ലേ, ഡെഫിനിഷൻ അല്ലേ മാനേജ്മെന്റിന്റെ, അതുമായി കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. 1, 2 and 3 ഓപ്ഷൻ സി എവറിത്തിങ് എന്ത് ചെയ്യുന്നുണ്ട്? റിലേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാന്നുള്ളത്? ഓക്കെ, ഈ കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ്
ഇഫക്റ്റീവ്നെസ് വേഴ്സസ് എഫിഷ്യൻസി. ഒരു മാനേജ്മെന്റ് ചെയ്യുന്ന വ്യക്തിയായ നിങ്ങൾ, ഓക്കെ, യു ആർ എ മാനേജർ, നിങ്ങൾക്ക് രണ്ട് ക്വാളിറ്റീസിന്റെ ആവശ്യമുണ്ട്. ക്വാളിറ്റി നമ്പർ 1 ഇഫക്റ്റീവ്നെസ്, ക്വാളിറ്റി നമ്പർ 2 എഫിഷ്യൻസി. ഓക്കെ, അപ്പൊ നമുക്ക് ഇഫക്റ്റീവ്നെസ് എന്താണ്, എഫിഷ്യൻസി എന്താണ് എന്നതിനെ കുറിച്ച് എന്ത് ചെയ്യാം, നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു എന്താ പറയാ, ഒരു ഡെഫിനിഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം വായിക്കാം. ഇത്രയും നേരം പഠിച്ചതെന്ന് മാനേജ്മെന്റ്, ഓക്കെ, ദെർഫോർ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ആസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദ എയിം ഓഫ് അച്ചീവിംഗ് ഗോൾസ് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. ഓക്കെ, അപ്പൊ ഇത്രയും നേരത്തെ നമ്മൾ മാനേജ്മെന്റ് ഡെഫിനിഷൻസ് എല്ലാം പറഞ്ഞതിൽ നിന്ന്, ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഒരു പ്രോസസ് ആണ്. കറക്റ്റ്, യെസ്. ഓക്കെ, അതെന്ത് ചെയ്യണം, ഗെറ്റിംഗ് തിങ്സ് ഡൺ ആണ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കണം, കൂടെ നിന്ന് പണിയെടുപ്പിക്കണം, ഗോൾ എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്യണം. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, വിത്ത് ദ എയിം ഓഫ് അച്ചീവിംഗ് ഗോൾസ് അച്ചീവ് ചെയ്യണം. അപ്പൊ രണ്ട് രീതിയിൽ അച്ചീവ് ചെയ്യാം. ഒന്നെങ്കിൽ എന്താണ്, ഇഫക്റ്റീവ്ലി, അല്ലെങ്കിൽ എന്താണ്, എഫിഷ്യന്റ്ലി. രണ്ട് രീതിയിലും എന്ത് ചെയ്യാവുന്നതാണ്, അച്ചീവ് ചെയ്യാവുന്നതാണ്. എങ്കിൽ ഈ കാര്യത്തില്, ഈ ഡെഫിനിഷനില്, ഇത്രയും നേരം പഠിച്ചതില് 3 കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട്. നമ്പർ 1 പ്രോസസ്, നമ്പർ 2 ഇഫക്റ്റീവ്ലി, നമ്പർ 3 എഫിഷ്യന്റ്ലി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. എങ്കിൽ പ്രോസസ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം പഠിക്കാം. ഓക്കെ അല്ലേ? പ്രോസസിന്റെ ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി ഫങ്ഷൻസോ ആക്ടിവിറ്റീസോ എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക. എന്താണ് സാർ ഈ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 5 ഫംഗ്ഷന്റെ പേര് പറയണം. 5 ഫംഗ്ഷന്റെ പേര് ഏതൊക്കെയാ, എന്റെ കൂടെ പറഞ്ഞോ, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്. ഓക്കെ, സോ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ് എന്ന ഫംഗ്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോസസ്. ഓക്കെ, ഈ 5 ഫങ്ഷൻസ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഏതാണ്, ഇഫക്റ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ എന്താണ്, എഫിഷ്യന്റ് ആയിട്ട്. എന്താണ് ഈ പരിപാടി? ഓക്കെ, ഒന്നെങ്കിൽ ഫലപ്രദമായിട്ട്, അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ട്. എങ്ങനെയാണ് ഈ പരിപാടി ചെയ്യുക? ആദ്യം നമുക്ക് എന്താണ് ഇഫക്റ്റീവ് എന്ന് നോക്കാം. ഓക്കെ അല്ലേ? ഇഫക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പണി തന്നിട്ടുണ്ട്, എനിക്കൊരു വർക്ക് തന്നിട്ടുണ്ട്, ആ വർക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ചെയ്തു തീർക്കുന്നു. ഓക്കെ, നമ്മൾ ആ വർക്ക് ചെയ്തു തീർക്കുന്നു, അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻഡ് റിസൾട്ട് അച്ചീവ് ചെയ്യുന്നു. സാർ അതല്ലേ ജോലി? ഓക്കെ, എനിക്കൊരു പണി തന്നു. ഓക്കെ, സാറിന് പണി കിട്ടിയ ആ പണിയല്ല, എനിക്കൊരു ജോലി തന്നു, ആ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്തു തീർത്തു, എങ്കിൽ ഞാൻ എന്താ, ഇഫക്റ്റീവ് ആണ്. ഓക്കെ, എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇഫക്റ്റീവ് അല്ല. ഓക്കെ, എൻഡ് റിസൾട്ട്, സംഭവം നടന്നു. ഓക്കെ, നിങ്ങളുടെ ഇപ്പൊ എൻഡ് റിസൾട്ട് എന്താ, നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കറക്റ്റ്, അത് പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ചപ്പോ നിങ്ങൾ എക്സാം എഴുതി സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ആയെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ എക്സാമിൽ ക്ലിയർ ചെയ്തെങ്കിൽ നിങ്ങൾ എന്താ, ഇഫക്റ്റീവ് ആണ്. നിങ്ങൾ ഇഫക്റ്റീവ് ആണ് എന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ടാസ്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? എന്ന് വെച്ചാൽ അയാളല്ലേ പറഞ്ഞപ്പോ പണി ചെയ്തു എന്നുള്ളത്. ഓക്കെ, മനസ്സിലായി. എൻഡ് റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെയ്യാൻ വേണ്ടി നോക്കുന്നു, ഈ കാര്യങ്ങൾ ഗോൾ അച്ചീവ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് മാത്രം നിങ്ങൾ ടാസ്ക് കൃത്യമായി കംപ്ലീറ്റ് ചെയ്യുന്നു പറയാൻ പറ്റുമോ? മനസ്സിലായില്ല. നിങ്ങൾ പഠിക്കുന്നത് ദിവസം 14-15 മണിക്കൂറാണ്. കറക്റ്റ്, നിങ്ങൾ സിലബസിലെ എല്ലാ കാര്യങ്ങളും ഒന്നും വിടാതെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സിലബസിന് എന്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറിയാം. അതിനുവേണ്ടി നിങ്ങൾ ഇതുവരെ ഒരു പരിപാടിക്കോ, ഒരു കല്യാണത്തിനോ, എന്താണ് ഫ്രണ്ടിന്റെ ഇതിനോ, ഫ്രണ്ട്സിനെ കാണോ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, കഴിഞ്ഞ 1.5 വർഷമായി നിങ്ങൾ വീടിന്റെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്തു, ആക്ച്വലി സെക്കൻഡ് അസിസ്റ്റന്റ് ക്ലിയർ ചെയ്തു. ശരി, ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരാണ്, നിങ്ങൾ ഇഫക്റ്റീവ് ആണ്. പക്ഷെ എഫിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, വേറൊരു കുട്ടിയുണ്ട് നമ്മുടെ KPS മെത്തഡാണ് ഫോളോ ചെയ്തത്, എല്ലാം പഠിച്ചിട്ടില്ല. ഓക്കെ, ആവശ്യമുള്ള കാര്യം മാത്രം പഠിച്ചു, എല്ലാം ഡീറ്റെയിൽ പഠിച്ചിട്ടില്ല. ഫാക്ടെങ്കിൽ ഫാക്ട്, അല്ലെങ്കിൽ എന്താ, സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ പഠിച്ച്. ഓക്കെ, ആവശ്യമുള്ള സമയത്തൊക്കെ കല്യാണത്തിന് പോയി, ആവശ്യമുള്ള സമയത്തൊക്കെ ആളുകളെ കണ്ടു, റിലേഷൻഷിപ്പ് മാനേജ് ചെയ്തു. ആ കുട്ടിയും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം, ഇതിൽ ആരാ ബെറ്റർ? ഓക്കെ, നിങ്ങളും ക്ലിയർ ചെയ്തിട്ടുണ്ട്, ആ കുട്ടിയും ക്ലിയർ ചെയ്തിട്ടുണ്ട്, ആരാ ബെറ്റർ? രണ്ടാമത്തെ ആളല്ലേ. അപ്പൊ നിങ്ങൾ വെറും ഇഫക്റ്റീവ് ആയാൽ മാത്രം മതിയോ? നിങ്ങൾ പണിയെടുക്കുന്നുണ്ട്, കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്, അതാണോ വേണ്ടത്, അതോ എഫിഷ്യന്റ് ആയിരിക്കണോ? രണ്ടും വേണ്ടേ? ഓക്കെ അല്ലേ? വർക്ക് എഫിഷ്യന്റ് ആയി ചെയ്യണ്ടേ, നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ മാനേജ് ചെയ്യണ്ടേ? ഓക്കെ, കൊല്ലങ്ങൾ എടുത്ത് PSC നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇഫക്റ്റീവ് ആണ്. കറക്റ്റ്. ഓക്കെ, പക്ഷേ
6 മാസം കൊണ്ട് വേണ്ടത് മാത്രം പഠിച്ച് ഫീസ് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എഫിഷ്യന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആവണം, എഫിഷ്യന്റും ആവണം. ഓക്കെ, എന്ന് വെച്ചാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എഫിഷ്യന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാസ്ക് ചെയ്യുന്നുണ്ട്, മിനിമം കോസ്റ്റ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ കൂടുതലായിട്ട് പണിയെടുക്കില്ല, കൂടുതലായിട്ട് ഇത് ചെയ്തില്ല. ഓക്കെ, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കോസ്റ്റ് ആണ് നിങ്ങളുടെ സമയമാണ്. കറക്റ്റ് അല്ലേ? സമയമാണോ ജീവിതമാണ്? കറക്റ്റ് ആണല്ലോ. അപ്പൊ അത്രയും സമയം കളഞ്ഞതിന് ശേഷം സെക്രട്ടറി അസിസ്റ്റന്റ് ആണോ ബെറ്റർ, അതോ ആവശ്യത്തിന് മാത്രം സമയം വളരെ സ്മാർട്ടായി ഉപയോഗിച്ച് സെക്രട്ടറി അസിസ്റ്റന്റ് ആണോ ബെറ്റർ? ഇനി സെക്രട്ടറി അസിസ്റ്റന്റ് ആയി, ഓക്കെ, നിങ്ങളുടെ കയ്യിൽ 10 ഫയൽ വന്നിട്ടുണ്ട്. ഈ 10 ഫയല് കൃത്യമായി തീർക്കുന്നു എന്നതിന്റെ പേരിൽ, ഓക്കെ, 20 ദിവസം 25 ദിവസവും പണിയെടുത്ത് ചെയ്യുന്നതാണോ ബെറ്റർ, അതോ ഇതിലെല്ലാ കാര്യങ്ങളും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോക്കി, ഓക്കെ, അതിനെ ചാറ്റ് GPT-യുടെയോ അല്ലെങ്കിൽ AI-യുടെയോ ടെക്നോളജി എല്ലാം മനസ്സിലാക്കി, ഓക്കെ, ഒന്ന് അനാലിസിസ് നടത്തിയതിന് ശേഷം എന്താണ് വേണ്ടെന്നുള്ളത് പെട്ടെന്ന് തീർത്തിട്ട് വേറെ എന്തെങ്കിലും നമ്മുടെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്ന പരിപാടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റ് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലോ സൊസൈറ്റിയിൽ ഇൻവോൾവ് ചെയ്യുന്ന പരിപാടി ഉണ്ടെങ്കിലോ അത് ചെയ്യുന്നതാണോ ബെറ്റർ? ഓക്കെ, അപ്പോൾ ഹാർഡ് വർക്ക് ആണോ ബെറ്റർ, സ്മാർട്ട് വർക്ക് ആണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ എപ്പോഴും എന്താ പറയുക? സ്മാർട്ട് വർക്ക്. ഓക്കെ, ഹാർഡ് വർക്കിന്റെ പേരാണ് എഫിഷ്യൻസി, സ്മാർട്ട് വർക്കിന്റെ പേരാണ് ഇഫക്റ്റീവ്നെസ്. ഓക്കെ, സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ഇഫക്റ്റീവ്നെസ് നിങ്ങൾ കോസ്റ്റ് നോക്കും. ഓക്കെ, കുറച്ച് റിസോഴ്സസേ യൂസ് ചെയ്യുള്ളൂ, ഇൻപുട്സ് കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും? കൂടുതൽ ഔട്ട്പുട്ട് നിങ്ങൾ നേടിയെടുക്കുന്നതായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ റീസെന്റ് ആയിട്ട് TCS 12,000 പേരെ ഒഴിവാക്കി. ഓക്കെ, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എന്തിനാ? ഈ 12,000 പേരിന് പകരം അവർ AI-യിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 12,000 പേരും അല്ലെങ്കിൽ 15,000 പേരും അങ്ങനെ എന്താ തോന്നുന്നു, നമുക്ക് 15,000 എടുക്കാം. ഓക്കെ അല്ലേ? ഈ 15,000 പേരും രാത്രി ഉറങ്ങും, വർക്ക് ചെയ്യില്ല, ചിലപ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടാവും, പനി വരും, ആകെ ഇഷ്യൂ ആയിരിക്കും. പക്ഷെ AI കംപ്ലീറ്റ് വർക്ക് ചെയ്യും. കോസ്റ്റ് എന്താണ്? ഇഫക്റ്റീവ് ആണ്. ഇത്രയും പേര് അവർ ഇൻക്രിമെന്റ് ഒക്കെ ചോദിക്കും, എന്ത് ചോദിക്കില്ല? ഇൻക്രിമെന്റ് ഒന്നും ചോദിക്കില്ല. ഓക്കെ, എങ്കിൽ ഒരു എഫിഷ്യൻസി ആലോചിക്കുന്ന നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക? ആ 12,000 പേര് ഇരുന്നോട്ടെന്ന് വിചാരിക്കും. പക്ഷെ ഇഫക്റ്റീവ്നെസ് ആലോചിക്കുന്ന നിങ്ങൾ എന്താ ചെയ്യുക? അവർ പോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം? AI വെക്കാം. ഇതാണ് ഇപ്പോഴത്തെ കമ്പനീസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ദർ ഈസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ്. ഓക്കെ, അതിൽ ഏത് വേണം എന്ത് ചെയ്യണം? തീരുമാനിക്കണം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. എഫിഷ്യൻസി എന്ത് ചെയ്യും? ഔട്ട്പുട്ട്സിനെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ആയിട്ടുള്ള മണി, മെറ്റീരിയൽ, എക്യുപ്മെന്റ് ആൻഡ് പേഴ്സൺ, ഓക്കെ, അതില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പണിയെടുക്കാൻ പറ്റില്ല. ഈ പേഴ്സൺസിനെ വെച്ച്, ഓക്കെ, 20 ദിവസം കൊണ്ട് പണി തീർക്കാം, 1 മാസം കൊണ്ട് പണി തീർക്കാം, 6 മാസം കൊണ്ട് പണി തീർക്കാം, എങ്ങനെ വേണമെങ്കിൽ തീർക്കാം. പക്ഷെ കൃത്യമായി ഇവർ ഉപയോഗിച്ച് ഇവർക്കൊന്നും വലിയ വിഷമമില്ലാതെ, ഓക്കെ, കോസ്റ്റും ഔട്ട്പുട്ടും വ്യക്തമായി വരുന്ന രീതിയിൽ കൃത്യമായി പണിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഫക്റ്റീവ് ആണ്. ഓക്കെ, ഈ പണി എന്താ, ഇത്ര ആളുണ്ട്, തന്നു, ഞാൻ എന്ത് ചെയ്തു? എൻ്റെ പണി തീർത്തു എങ്കിൽ നിങ്ങൾ എന്താണ്? എഫിഷ്യന്റ് ആണ്. അപ്പൊ നിങ്ങൾ എഫിഷ്യന്റ് ആവണോ ഇഫക്റ്റീവ് ആവണോ എന്ത് ചെയ്യുക? തീരുമാനിക്കുക. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസി എന്നും പറയുന്നത് ഒരു കോയിന്റെ 2 സൈഡാണ്. നിങ്ങൾ ഇഫക്റ്റീവ് ആയിരിക്കണം, എഫിഷ്യന്റും ആയിരിക്കണം. ഓക്കെ, പക്ഷെ നമ്മൾ ഇതിൽ വരുന്ന സമയത്ത്, ബാലൻസ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? എഫിഷ്യൻസി വേണോ ഇഫക്റ്റീവ്നെസ് വേണോ എന്ന ഇടയ്ക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചൂസ് ചെയ്യേണ്ടി വരും. അത് ചൂസ് ചെയ്യാൻ AI-നെ കൊണ്ടും പറ്റില്ല, ഒരാളെ കൊണ്ടും പറ്റില്ല. ആരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ? മാനേജ്മെന്റ് പഠിച്ചിട്ടുള്ള നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അവർ ഈ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചിട്ട് എക്സാമിന് വരാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഓക്കെ, എങ്കിൽ ഹൈ എഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഹൈ ഇഫക്റ്റീവ്നെസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഓക്കെ. പക്ഷെ മാനേജ്മെന്റ് പൂവർ ആണെങ്കിൽ എഫിഷ്യൻസി ഉണ്ടാവില്ല, ഇഫക്റ്റീവ്നെസ്സും ഉണ്ടാവില്ല. അപ്പൊ ആദ്യം നിങ്ങളുടെ എന്ത് വേണം? കഴിവ് വേണം. അത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. അതില്ലാതെ പോയിട്ട് ഇന്നത് ഇത് ടോപ്പിക് കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, ഇങ്ങനെ ചെയ്യുള്ളൂ, അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും കാര്യം നോക്കിയാ. അപ്പൊ ഇഫക്റ്റീവ്നെസ്സും വേണം, എഫിഷ്യൻസിയും വേണം. ഓക്കെ, രണ്ടും വേണം. അത് എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മാനേജ്മെന്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ ഇതിലൊരു കോയിന്റെ 2 സൈഡാണ്. ഇത് ചൂസ് ചെയ്യാന്നുള്ളത് ആരുടെ പണിയാണ്? മാനേജർ ആയിട്ടുള്ള നിങ്ങളുടെ പണിയാണ്. ഇപ്പോഴാണ്
നമ്മുടെ ക്ലാസ് 1 തീർന്നത്. ഓക്കെ, അതിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ എല്ലാവർക്കും ധന്യവാദ്, താങ്ക് യു. അത്ര കിരൺ സ്റ്റഡി സർക്കിൾ 1 2 3 അതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതാണ്, നിങ്ങളുടെ നോട്ട്സ് കിട്ടുന്നതാണ്. ഇപ്പോൾ തന്നെ നോട്ട്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ താഴെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡൺ അല്ലേ? ഡൺ. ഓക്കെ, സീ യു. അടുത്ത ക്ലാസ്സിൽ ഇതേപോലൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.